ഭയങ്കര സന്തോഷം. എനിക്ക് മാത്രം അമ്മ വീടുണ്ടായിരുന്നില്ല. 4 ദിവസം കിടക്കണ അത് പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ അതെ, ഇന്ന് ഞങ്ങൾ ഈ പെട്ടിയും കിടക്കുകയും ഈ ചൂലൊക്കെ ആയിട്ട് എങ്ങടാന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. തബ്നേലിൽ കണ്ട പോലെ 10 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഡ്രീം സാക്ഷാത്കരിക്കാൻ പോവാണല്ലേ മേ. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് എന്റെ രാധാമ ഹാപ്പിയാന്ന് പറ. മെയ് 6-ാം തീയതിയാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ പാല് കാച്ചാണ് ഇന്ന്. സത്യം പറഞ്ഞ ജസ്റ്റ് പാല് കാച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രാധാമ വീട് പണിതതിന്റെ ഒന്നും കണ്ടിട്ടില്ല, എന്ന് വെച്ചാൽ ലാസ്റ്റ് ആയതൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ആദ്യമേ നമ്മുടെ ഫൗണ്ടേഷനും ബേസിക്കും ഒക്കെ ആയിരുന്നു കണ്ടിരിക്കുന്നത്. ഇന്ന് ഫുൾ തീർത്തു. പക്ഷെ നമ്മള് ഫർണിച്ചർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ രാധാമ്മ ഈ ഒരാഴ്ചത്തോളം ഒന്നും കണ്ടില്ലല്ലേ മേ, ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഇന്ന് രാധാമ്മയുടെ എന്താണ് റിയാക്ഷൻ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. രാധാമ്മ ഭയങ്കര പറഞ്ഞ് ഇരട്ടൊക്കെ വേണം കേട്ടോ. കേട്ടോ രാധാമ്മ അയ്യോ സൂപ്പർ അതൊന്നൊക്കെ വെക്കണം. ഇത് നമ്മുടെ ഏറ്റുമാനൂർ, കോട്ടയം ഏറ്റുമാനൂർ കണ്ണമ്പുരക്കവലയിലാട്ടോ വീട്. എല്ലാരും വരണം കേസ് റിയാക്ഷൻ വീഡിയോ കാണാം. കാണുന്നേ നോക്കൂ, ഒരു അത്ഭുതം കാണിക്കുന്നില്ല. സന്തോഷായ ഇതാണ് ഞങ്ങളുടെ വീട്. കേറി രാധാമ്മ. ഞങ്ങളങ്ങനെ പെരയിൽ കയറി. പാല് കഴിച്ചില്ല, ഇപ്പം നമ്മൾ കയറിയതുള്ളൂ. മറ്റേ ആശാരി വരണം. 7 മണി വരെയാണ് മുഹൂർത്തമല്ലല്ലോ രാഹുകാലം. അപ്പോൾ അതിനുള്ളിൽ വേണം കയറാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി കുറച്ച് തുടയ്ക്കാനുണ്ട്. ഇന്നലെ നനച്ചിട്ട് തുടച്ചിട്ട് വെള്ളം പോയിട്ടില്ല. അങ്ങനെ പപ്പയൊക്കെ വന്ന് ഞങ്ങൾ ഒരുക്കമൊക്കെ തുടങ്ങി. ഏത് പൂജയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ വിളക്കൊക്കെ കത്തിച്ച് ആശാരിച്ചേട്ടൻ താക്കോലൊക്കെ കൊടുത്ത് പപ്പ പെട്ടി പണപ്പെട്ടിയും രാധാമ്മ ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ എൻ്റെ വലതുകാലം വെച്ച് ഞാൻ കയറി. ഗൈസ് അങ്ങ് ഐശ്വര്യം പുന്ത് വിളയാടട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവിടുന്ന് വിളക്ക് കത്തിച്ച് ആ വിളക്കിൽ നിന്ന് തീ എടുത്തിട്ട് വേണം നമ്മുടെ പാല് കാച്ചുന്ന അടുപ്പിലോട്ട് വെക്കാൻ. അങ്ങനെ പാല് കാച്ചാൻ നമ്മുടെ എല്ലാമായ ചേട്ടൻ വീടിനെ പറ്റി എന്തോ 2 വാക്ക് പറയൂ. വീടൊക്കെ അടിപൊളിയല്ലേ, ഇത്രയും നല്ല രീതിയാവുന്ന വിചാരിച്ചില്ല. വന്നപ്പോ ആദ്യം വന്ന് ഞാൻ ഇവിടെ വന്നപ്പോ വീട് ആദ്യത്തെ വർക്ക് തുടങ്ങാൻ വേണ്ടി വന്നപ്പോ ഇതുപോലെല്ലാം ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലൊക്കെ തിളച്ച് പൊങ്ങി. അങ്ങനെ നമ്മുടെ പാല് കാച്ചിൽ കഴിഞ്ഞിരിക്കുന്ന ഗൈസ്. പപ്പയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ആദ്യം പപ്പയ്ക്ക് എന്നെ കൊടുത്തു. ഞാനും നല്ല ചൂട് പാല് കുടിച്ചു. എൻ്റെ പൊട്ടൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം പൊട്ടൊക്കെ. രാധാമേ എങ്ങനെയുണ്ട് വീട്? അഭിപ്രായം പറ. രാധാമ്മ സർപ്രൈസ് ആയിട്ടല്ലേ കണ്ടത്. അപ്പം നല്ല വീടാ. അമ്മയെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തോ? എപ്പൊ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ പോയേക്കുമായിരുന്നോ? ഇഷ്ടായോ? ഇഷ്ടായി. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഒരു വീട് വെച്ച് രാധാമ്മയ്ക്ക് കൊടുക്കുക, രാധാമ്മയ്ക്ക് എൻ്റെ അമ്മ സ്വന്തമായിട്ടൊരു വീട്ടിൽ നല്ല വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നേരം ഇതുപോലൊരു വീടുണ്ടായി പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. പക്ഷേ എനിക്ക് ഇത്ര നല്ലൊരു വീട് എൻ്റെ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ പൊണ്ണുമേനെ അമ്മയ്ക്ക് മരിച്ചാൽ മതിയടി. 4 ദിവസം കിടന്നു. 4 ദിവസം കിടക്കണം അത് ഭയങ്കര ആഗ്രഹമാണല്ലോ. അതെ, ഞങ്ങളുടെ അമ്മ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ നഷ്ടമായിട്ട്. അപ്പം ഇന്നത്തെ പാല് കാച്ചിലെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇരുന്നതേ ഉള്ളൂ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി. എനിക്ക് എക്സ്പ്രസ് ചെയ്തിട്ടില്ല പറയാൻ അറിഞ്ഞിട്ട്. ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നുണ്ട് അന്ന് ഭയങ്കര മാനിയായിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ തുള്ളിച്ചടവ്. ഭയങ്കര സന്തോഷം. ഞങ്ങൾ രാവിലെ 6:30-ക്കും 7 മണിക്കും ഇടയ്ക്കായിരുന്നു. അപ്പം എല്ലാം കയറ്റി പെട്ടി പ്രമാണം അത് ഇതെല്ലാം കൂടെ കയറ്റി ഞങ്ങൾ കയറി പാലെല്ലാം കാച്ചി. അപ്പം ഇന്ന് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. ഫാമിലി ഞാൻ പപ്പ അമ്മ രാധാമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മിസ്ത്രി ചേട്ടൻ നമുക്ക് താക്കോല് തരുന്നതൊക്കെ. അപ്പം അത് കഴിഞ്ഞ് പോന്നു. ഇനിയിപ്പോൾ ഫംഗ്ഷനായിട്ട് മെയ് അവസാനമായിട്ട് നമ്മൾ അടുത്ത ദിവസം വെക്കാനായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെല്ലാവരും വിളിക്കണം. എല്ലാം അപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഫർണിച്ചറൊന്നും കയറ്റാൻ പറ്റില്ല. പെരവാസലിക്ക് മുന്നേ ഒന്നും കയറാൻ പറ്റില്ല. അപ്പം ഇത് കഴിഞ്ഞ് ഫർണിച്ചറൊക്കെ ആയി വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ആൾക്കാരെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര സന്തോഷം ഗൈസ്. എന്താന്ന് പറഞ്ഞാൽ
എല്ലാവരും അമ്മ വീട്ടിൽ പോകുന്നുണ്ട്, അമ്മ വീട്ടിൽ പോവാന്ന് പറയുമ്പോൾ എനിക്ക് മാത്രം അമ്മ വീടുണ്ടായിരുന്നില്ല ഗൈസ്. അതൊരു 10 വർഷം മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ 10 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ 10 വർഷം മുന്നേ ഞങ്ങൾ വൈക്കം ഇടയാഴത്തായിരുന്നു അമ്മ വീട്. ഇത് വന്ന് പൂച്ചയുടെ വാല കേട്ടോ, സുന്ദരി പൂച്ച. അമ്മ വൈക്കം ഇടയാഴത്താണ് അമ്മയുടെ വീട്. അപ്പം ഞങ്ങൾ 10 വർഷമായിട്ട് അവിടുത്തെ സ്ഥലമെല്ലാം വിറ്റിട്ട് ഇവിടെ ഒരു പ്രോപ്പർട്ടി മേടിച്ച്, പക്ഷേ വീട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ 6 മാസത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വീടെല്ലാം സെറ്റായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ്, ബൈ. ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പം ഇന്ന് 19/5/2024. ഞാൻ പറഞ്ഞില്ലേ ഒരു മെയ് അവസാനത്തെ സമയത്ത് നമ്മൾ വ്ളോഗിടും, ഫ്രണ്ട്സൊക്കെ വരും, ഹൗസ് വാമിങ് പോലെ നടത്തുന്നു. അപ്പോൾ ഇന്നാണ് ആ ദിവസം. എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആ ടൈമിൽ ഇൻട്രോ ഒക്കെ എടുക്കാനാണ്. ഹൗസ് വാമിങ്, അതിൻ്റെ പന്തലും ലൈറ്റും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, വെൽക്കം ടു രാധാബാസ് ഹൗസ്. അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം രാധാമ്മയുടെ വീട്. അപ്പം ഇതാണ് ആദ്യം കാണുന്നതാണ് ഒരു ഹോള്, പിന്നെ ഒരു ഡൈനിങ് ടേബിൾ, വാഷ് ഏരിയ, കിച്ചണായിട്ടാണ് വരുന്നത്. ഒരു നേരെ അങ്ങ് കിടക്കുവാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പാർട്ടീഷൻ പിന്നീട് വരുന്നുണ്ട്. അപ്പം നിങ്ങളും കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ട് നമ്മുടെ വീടെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒരു മൊണ്ടാഷ് നമുക്ക് കണ്ടിട്ട് വന്നാലോ? ഓക്കെ, ബൈ ഗൈസ്. അങ്കിൾ ഹിന്ദിക്കാരനാട്ടോ ഗൈസ്. ഇങ്ങനെ വയ്ക്കുക. ഗൈസ്, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. പറ, എന്റെ സബ്സ്ക്രൈബർ അല്ലേ? എന്റെ 2 സബ്സ്ക്രൈബറിനെ കളഞ്ഞിട്ടിരിക്കുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരാണ്. പിള്ളേർ തൊട്ട് കാർന്നോമാര് വരെ ഉണ്ട്. സർബി, ജാസി, ജിത്തു, ചേട്ടൻ. ഗൈസ്, അങ്ങനെ ആദ്യത്തെ പന്തി ഇരുന്നിരിക്കുന്നു. ഞാൻ ഭാവിയിൽ കല്യാണത്തിന് വീഡിയോ എടുക്കാൻ പോവാ. എങ്ങനെയുണ്ടപ്പാ? അമ്മ, ഇതേത് പന്തല്? പറ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ല ഫുഡായിരുന്നു. അടിപൊളി. സവോള വട തരാത്ത ആന്റിയാണ്. വേണമെങ്കിൽ 1 കിലോ മേടിച്ചോട്ട് വന്നാൽ വെച്ച് തരാന്ന് പറഞ്ഞാണ്. ആ കണക്കിന് ഇപ്പോഴും മറക്കില്ല. ആന്റി, വീട് എങ്ങനെയാണെന്ന് പറ. ആണോ? ഇഷ്ടപ്പെട്ടോ? അങ്ങള് പറ. വിളിക്കാത്ത പരാസ്തോലിക്ക് വന്നിരിക്കുന്നു. വിളിക്കാതെ പരവാസോലിക്ക് വന്ന ഒരു അജു. പപ്പയോട് രാവിലെ വരാൻ പറഞ്ഞു. ഇപ്പഴേ കാർ കൊണ്ട് വന്ന ഗൈസ്. മമ്മിയുണ്ട്, മമ്മിയോട് പോയി ചോദിച്ചു നോക്കൂ. ഗൈസ്, അപ്പം ഇത് പൊട്ടിക്കലാണ് ഇനി എൻ്റെ ലക്ഷ്യം.
അപ്പം ഗൈസ് ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞു, നന്നായി അവസാനിച്ചു. ഭയങ്കര സന്തോഷം. നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ആൾക്കാർ വന്നു. അപ്പം വന്ന് സഹായിച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം 19 എന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ ചൂസ് ചെയ്തത് ലാസ്റ്റ് മൊമെന്റിലാണ്. അപ്പം അന്നത്തെ ദിവസം എല്ലാവരും നല്ല മുഹൂർത്തമുള്ളതുകൊണ്ട് അന്ന് കല്യാണവും ഇതൊക്കെ ഉണ്ടായിട്ടും സ്റ്റിൽ നമുക്ക് രാധാമ്മയുടെ ഫാൻസ് രാധാമ്മക്ക് കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ ഭയങ്കര സന്തോഷം. വന്നവർക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ വരാത്തവർ എന്തായാലും ഉറപ്പായിട്ടും വരണം, മറക്കരുത്. അപ്പം അത്രയുള്ള ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.